യൂണിവേഴ്സൽ മന്ന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കപ്പൽ ദുരന്തം ഏതാണ്? നമ്മളിൽ പലരും ടൈറ്റാനിക് എന്ന് ഉത്തരം പറയും. എന്നാൽ ടൈറ്റാനിക്കിനും 100 വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒരു നരകം രൂപപ്പെട്ടിരുന്നു. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ മനുഷ്യന്റെ മാംസം ഭക്ഷിച്ച 13 ഭീകര ദിനങ്ങൾ. 147 പേരിൽ വെറും 15 പേർ മാത്രം ബാക്കിയായ ആ മരണച്ചങ്ങാടത്തിന്റെ കഥ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 1816 നടന്ന മെഡൂസ കപ്പൽ ദുരന്തത്തെക്കുറിച്ചാണ്. വർഷം 1816. നെപ്പോളിയന്റെ പതനത്തിന് ശേഷം ഫ്രാൻസിൽ വീണ്ടും രാജഭരണം വന്ന സമയം. പണ്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആഫ്രിക്കൻ രാജ്യമായ സെനഗലിലെ സെന്റ് ലൂയിസ് തുറമുഖം തിരികെ ഏറ്റെടുക്കാൻ ഫ്രഞ്ച് ഗവൺമെന്റ് തീരുമാനിച്ചു. പുതിയ ഗവർണറും സൈനികരും അവിടേക്ക് എത്തിക്കുക എന്നതായിരുന്നു ദൗത്യം. ഇതിന് 4 കപ്പലുകൾ അടങ്ങുന്ന ഒരു സംഘം ഫ്രാൻസിൽ നിന്നും യാത്ര തിരിച്ചു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആധുനികവുമായ കപ്പലായിരുന്നു മെഡൂസ. 400ഓളം യാത്രക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടിറങ്ങിയ സാധാരണക്കാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ. അവർ അറിഞ്ഞിരുന്നില്ല തങ്ങൾ ഒരു ശ്മശാനത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന്. ഈ മെഡൂസ എന്ന കപ്പലിലെ ക്യാപ്റ്റൻ ലാമോറിസ് ഒരു പഴയ ഫ്രഞ്ച് കുലീന കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു. നെപ്പോളിയന്റെ ഭരണകാലത്ത് അയാൾ ഫ്രാൻസിൽ നിന്നും നാട് കടത്തപ്പെട്ടു. പിന്നീട് രാജഭരണം തിരിച്ചു വന്നപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് അയാൾ മെഡൂസയുടെ ക്യാപ്റ്റൻ പദവി കരസ്ഥമാക്കിയത്. ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഈ ദൗത്യത്തിന് മുമ്പ് കഴിഞ്ഞ 20 വർഷമായി അയാൾ ഒരു കപ്പൽ പോലും ഓടിച്ചിരുന്നില്ല എന്നതാണ്. നമ്മുടെ ഇടയിൽ കാണുന്നത് പോലെ ചില ആൾക്കാരിൽ മാത്രം കാണുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അഹങ്കാരവും അശ്രദ്ധയും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മെഡൂസയുടെ ക്യാപ്റ്റൻ. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പരിചയസമ്പന്നരായ നാവികരുടെ നിർദ്ദേശങ്ങൾ ലാമോറിസ് പുച്ഛിച്ചു തള്ളി. തന്നെ ആരൊന്നും പഠിപ്പിക്കേണ്ടെന്നും തനിക്ക് കടലിനെക്കുറിച്ച് എല്ലാം അറിയാമെന്നും അഹങ്കാരമായിരുന്നു അയാൾക്ക്. സുരക്ഷിതമായ പാതയിലൂടെ പോകുന്നതിന് പകരം സമയം ലാഭിക്കാൻ വേണ്ടി അപകടം നിറഞ്ഞ മണൽത്തിട്ടകളുള്ള ഭാഗത്തുകൂടി അയാൾ കപ്പൽ ഓടിച്ചു. ആരൊക്കെ അയാളെ മുന്നറിയിപ്പുകൾ നടത്തിയെങ്കിലും അവരുടെ എല്ലാം വാക്കുകളെ അയാൾ അവഗണിച്ചു. കടൽ യാത്രയിൽ പരിചയമുള്ള സഹ ഓഫീസേഴ്സ് മാപ്പിനെക്കുറിച്ചും കടലിൻ്റെ ആഴത്തെക്കുറിച്ചും നൽകിയ മുന്നറിയിപ്പുകളൊന്നും അയാൾ ചെവിക്കൊണ്ടില്ല. ഇതാണ് ഇത്ര വലിയ ഒരു കപ്പലപകടത്തിലേക്ക് നയിച്ചത്. 1816 ജൂലൈ 2 ഒരു ഉച്ച സമയം ആഫ്രിക്കൻ തീരത്തിനടുത്തുള്ള അർഗിൻ ബാങ്ക് എന്നറിയപ്പെടുന്ന അപകടകരമായ മണൽത്തിട്ടയിലേക്ക് മെഡൂസ കപ്പൽ അശ്രദ്ധമായിട്ട് അയാൾ ഓടിച്ചു കയറ്റി. ആ നട്ടുച്ചയ്ക്ക് സൂര്യൻ തിളങ്ങുന്ന ആ സമയത്ത് കടലിൻ്റെ നിറം പെട്ടെന്ന് മാറി മറയുന്നത് കപ്പലിലെ പരിചയസമ്പന്നരായ നാവികർ ശ്രദ്ധിച്ചു. അവർ ക്യാപ്റ്റനോട് പറഞ്ഞു, "ക്യാപ്റ്റൻ, വെള്ളത്തിൻ്റെ ആഴം കുറയുകയാണ്. നമ്മൾ മണൽത്തിട്ടകളിലേക്കാണ് പോകുന്നത്." പക്ഷേ അഹങ്കാരിയായ ക്യാപ്റ്റൻ ലാമോറിസ് അവരെ പുച്ഛിച്ചു തള്ളി. അയാളുടെ അഹങ്കാരമായിരുന്നു മെഡൂസയുടെ വിധി എഴുതിയത്. 400ഓളം യാത്രക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടിറങ്ങിയ സാധാരണക്കാർ, ഉയർന്ന ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ. അവർ അറിഞ്ഞിരുന്നില്ല തങ്ങൾ ഒരു ശ്മശാനത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് എന്ന്. ഈ ക്യാപ്റ്റനെ സംബന്ധിച്ച് ഇയാൾ ഒരു വള്ളം പോലും ഓടിച്ച പരിചയമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. അയാൾ വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിടിപാട് മൂലം അയാൾ ഈ മെഡൂസ എന്ന് പറയുന്നതായ കപ്പലിൻ്റെ ക്യാപ്റ്റനായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ
കടലിൻ്റെ ആഴങ്ങളെക്കുറിച്ചോ കപ്പലിൻ്റെ യാത്രകളെക്കുറിച്ചോ വരാമായിരുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ. അപകട മുന്നറിയിപ്പുകളൊക്കെയും സഹ ജോലിക്കാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം അവരെ തീക്ഷ്ണമായിട്ട് നോക്കി, എന്നോടിതൊന്നും പറയണ്ട, എനിക്കിതൊക്കെ അറിയാം, ഞാൻ മുമ്പൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുള്ള ധാരണയിൽ അവരോട് കയർക്കുകയും അവരോട് ദേഷ്യപ്പെടുകയും അവരുടെ വാക്കുകളെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയാണ് ഈ മെഡൂസ എന്ന് പറയുന്ന ഈ കപ്പൽ ഈ അപകടത്തിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ആ കപ്പൽ ശാന്തമായിട്ട് പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കടലിൽ നടുക്കിക്കൊണ്ട് ഒരു ഭയങ്കര ശബ്ദം. കപ്പലിൻ്റെ അടിഭാഗം മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു കയറുകയാണ്. എല്ലാവരും പരിഭ്രാന്തരായി. കപ്പൽ തകർന്നു. പക്ഷേ അപ്പോഴും ക്യാപ്റ്റൻ ലാമോറിസ് തൻ്റെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ ആകെ പരിഭ്രാന്തരായി. 400 പേരുണ്ടായിരുന്ന കപ്പലിൽ ലൈഫ് ബോട്ടുകൾ വെറും 6 മാത്രം. ആരെ രക്ഷിക്കണം? ക്യാപ്റ്റൻ ലാമോറിസ് ആദ്യം തന്നെ ഏറ്റവും സുരക്ഷിതമായ ബോട്ടിൽ ഗവർണർക്ക് മറ്റ് VIP-കൾക്കുമൊപ്പം ഇടം പിടിച്ചു. ബാക്കിയായ 147 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് അവർക്ക് കുറേ മനുഷ്യപ്പറ്റുള്ള ആൾക്കാരായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ആൾക്കാരോട് അവർ പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കേണ്ട, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും, അതിനുവേണ്ടി നമുക്കൊരു ചെങ്ങാടം ഉണ്ടാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവരുണ്ടാക്കിയ ആ ചെങ്ങാടം ഒരു മരണച്ചെങ്ങാടമായിരുന്നു. അതൊരു വെറുമൊരു മരക്കൂട്ടമായിരുന്നില്ല, മറിച്ച് പരിഭ്രാന്തിയുടെയും ധൃതിയുടെയും ഇടയിൽ ജനിച്ച ഒരു മരണക്കെണിയായിരുന്നു. മരണച്ചെങ്ങാടത്തിൻ്റെ രൂപം പക്ഷേ ഉറപ്പില്ലാത്ത നിർമ്മാണമായിരുന്നു. കപ്പൽ മണത്തിട്ടയിൽ ഉറച്ചു പോയപ്പോൾ എല്ലാവർക്കും രക്ഷപ്പെടാൻ ലൈഫ് ബോട്ടുകൾ തികയില്ലെന്ന് ബോധ്യമായി. അതോടെയാണ് കപ്പലിലെ മരത്തടികൾ ഉപയോഗിച്ച് ഒരു ചെങ്ങാടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഏകദേശം 20 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു വലിയ ചെങ്ങാടമായിരുന്നു അത്. ഇന്നത്തെ ഒരു വലിയ ബസിൻ്റെ അത്രയും വലിപ്പം ഇതിനുണ്ടായിരുന്നു. കപ്പലിൻ്റെ പായ്മരങ്ങൾ, വലിയ തടികൾ, ഉറപ്പുള്ള കയറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് കെട്ടിയുണ്ടാക്കിയത്. കപ്പലിലെ എഞ്ചിനീയറായ അലസാണ്ടർ കൊറിയോഡറിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ഇതിൻ്റെ പണിയൊക്കെ നടന്നത്. എന്നാൽ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭീതിയിൽ വളരെ ധൃതി പിടിച്ചാണ് ഇവ നിർമ്മിച്ചത്. തടികൾ തമ്മിൽ കൂട്ടിക്കെട്ടിയത് അത്ര ഉറപ്പുള്ള രീതിയൊന്നും ആയിരുന്നില്ല. നിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ പോരായ്മ എല്ലാവരും ശ്രദ്ധിച്ചു. 147 പേർ ഇതിൽ കയറിയപ്പോൾ ചെങ്ങാടത്തിൻ്റെ ഭാരം കാരണം അത് കടൽ വെള്ളത്തിന് താഴേക്ക് അമർന്നു. ചെങ്ങാടത്തിൽ നിന്നുള്ളവരുടെ അരയ്ക്കൊപ്പം വെള്ളമായിരുന്നു. സുരക്ഷിതമായി ഒന്ന് ഇരിക്കാനോ കിടക്കാനോ ഒരിടം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു ചുറ്റും വശങ്ങളിൽ സുരക്ഷാ മതിലുകളോ കൈവരികളോ ഒന്നുമില്ലായിരുന്നു. ചെങ്ങാടത്തിൽ വലിയ തോതിൽ ഭക്ഷണ സാമഗ്രികൾ കരുതിയിരുന്നില്ല. കുറച്ച് ബിസ്ക്കറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1816 ജൂലൈ 5 മെഡൂസ കപ്പൽ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. 6 ലൈഫ് ബോട്ടുകൾ കടലിൽ തയ്യാറായി നിൽക്കുന്നു. അതിലൊന്നിൽ നമ്മുടെ ക്യാപ്റ്റൻ ലാമോറിസും ഗവർണറും സുരക്ഷിതമായി ഇരിപ്പുറപ്പിച്ചു. അവർക്ക് പിന്നിലായി വെള്ളത്തിൽ പകുതി മുങ്ങിക്കിടക്കുന്ന ആ കൂറ്റൻ ചെങ്ങാടത്തിൽ 147 മനുഷ്യർ ഭീതിയോടെ നിൽക്കുകയാണ്. ഈ ഒരു ഭാഗം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ടൈറ്റാനിക് എന്ന് പറയുന്നതായി മൂവി, അതിലൊരു ഐസ് മലയിൽ അതിൻ്റെ ഒരു ഭാഗം ഇടിച്ചപ്പോൾ അത് രണ്ടായി പിളർന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ടൈറ്റാനിക് എന്ന് പറയുന്നതായ കപ്പലിൽ ഉണ്ടായിരുന്ന സമ്പന്നരായ ആൾക്കാർ മുഴുവൻ ആ ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ അതിനകത്ത് കണ്ടു.
കുറേ ആൾക്കാരൊക്കെ പണം കൊടുത്തും സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തും ആ ലൈഫ് ബോട്ടിൽ കയറിപ്പറ്റി രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. അതിനകത്ത് മരിച്ച ആൾക്കാരിൽ ഭൂരിഭാഗവും സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാർ, സാധാരണപ്പെട്ട ആൾക്കാരെ നമുക്ക് അതിനകത്ത് കാണുവാനായിട്ട് സാധിച്ചു. അത് വെറുമൊരു സംഭവമല്ല, ഇവിടെയും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനവും പണവും ഉള്ളവനൊക്കെയും ലൈഫ് ബോട്ടുകളിൽ ആദ്യം തന്നെ കയറിപ്പറ്റി. പാവപ്പെട്ടവരായ 147 പേരാണ് ഈ ചെങ്ങാടത്തിൽ കയറിയത്. മറ്റൊരു കാര്യം അവിടെ നടന്നത്, ഭീതിയോടെ ഭയന്നു നിൽക്കുന്ന ഈ 147 നിസ്സഹരായ ആൾക്കാരെ നോക്കിയിട്ട് ക്യാപ്റ്റൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞങ്ങൾ നിങ്ങളെ സുരക്ഷിതമായി കരയിലെത്തിക്കാം. ആശ്വാസത്തോടെ ആ 147 പേർ പരസ്പരം നോക്കി. പക്ഷേ ആ ആശ്വാസം വെറും മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. യാത്ര തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോഴേക്കും കടൽ പ്രക്ഷുബ്ധമായി. 147 പേരുടെ ഭാരമുള്ള ആ ചങ്ങാടം വലിച്ചുകൊണ്ട് പോകുന്നത് ലൈഫ് ബോട്ടുകളുടെ വേഗത കുറച്ചു. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ക്യാപ്റ്റൻ ലാമോറിസ് തൻ്റെ ക്രൂരമായ മുഖം പുറത്തെടുത്തു. ചങ്ങാടം വലിക്കുന്നത് തങ്ങളുടെ ജീവന് അപകടമാണെന്ന് അയാൾക്ക് തോന്നി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ തൻ്റെ ഉദ്യോഗസ്ഥരോട് അയാൾ ആ കൽപ്പന പുറപ്പെടുവിച്ചു. ആ കയറുകൾ മുറിച്ചു മാറ്റുക. കയർ പൊട്ടുന്ന ശബ്ദം, പെട്ടെന്നുള്ള നിശബ്ദതയും. ആ കൽപ്പന കേട്ട് കപ്പലിലെ ചില നാവികർ പോലും ഞെട്ടിപ്പോയി. എന്തൊരു ക്രൂരമായ വാക്കുകളാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അധികാരം ലാമോറിസിന്റെ കയ്യിലായിരുന്നു. ഓരോ കയറുകളായി കടലിലേക്ക് മുറിച്ചു വീഴ്ത്തപ്പെട്ടു. ചങ്ങാടത്തിൽ ഉണ്ടായിരുന്നവർ ആദ്യം കരുതിയത് കയർ തനിയെ പൊട്ടിയതാണെന്നാണ്. അവർ സഹായത്തിനായിട്ട് നിലവിളിച്ചു, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ ഒറ്റയ്ക്കാക്കല്ലേ എന്നവർ അലമുറയിട്ടു. പക്ഷേ ക്യാപ്റ്റൻ ലാമോറിസ് തിരിഞ്ഞു പോലും നോക്കിയില്ല. 147 മനുഷ്യരെ നടുക്കടലിൽ ഒരു തടിക്കഷ്ണത്തിനു മുകളിൽ മരണത്തിന് വിട്ടുകൊടുത്ത് അദ്ദേഹവും കൂട്ടാളികളും അകലേക്ക് തുഴഞ്ഞുപോയി. സൂര്യൻ അസ്തമിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഇരുട്ട് പടർന്നു. ചങ്ങാടത്തിലുണ്ടായിരുന്ന 147 പേർ അപ്പോഴും വിശ്വസിച്ചിരുന്നത് ലൈഫ് ബോട്ടുകൾ സഹായവുമായി തിരികെ വരുമെന്നാണ്. എന്നാൽ മണിക്കൂറുകൾ കടന്നുപോയിട്ടും ആരും വന്നില്ല. തങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടെന്നും ചതിക്കപ്പെട്ടെന്നും അവർക്ക് മനസ്സിലായി. അവിടെയാണ് യഥാർത്ഥ മരണം അതിൻ്റെ കളി തുടങ്ങുന്നത്. അങ്ങനെയാണല്ലോ, രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്നാണല്ലോ MD വാസുദേവൻ നായർ പറഞ്ഞത്. തിരമാലകളുടെ ആധിപത്യം രാത്രിയായതോടെ കൂടി. കടൽ പ്രക്ഷുബ്ധമായി. വമ്പൻ തിരമാലകൾ ആ തടിപ്പലകൾക്ക് മേൽ ആഞ്ഞടിച്ചു. ചെങ്ങാടത്തിൻ്റെ വശങ്ങളിൽ സുരക്ഷാ കൈവരികൾ ഇല്ലാതിരുന്നതിനാൽ ഓരോ വലിയ തിരമാലയും വരുമ്പോൾ 2-3 പേർ കടലിലേക്ക് തെറിച്ചു വീഴുകയാണ്. ഇരുട്ടിൽ ആരുടെയും നിലവിളി ആരും കേട്ടില്ല. പുലർച്ചെ വട്ടം വന്നപ്പോൾ ഒരു നടുക്കുന്ന സത്യം അവരറിഞ്ഞു. 20 പേർ കടലിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. 2ാം രാത്രിയായപ്പോഴേക്കും ചെങ്ങാടത്തിൽ ഭയം അതിൻ്റെ അങ്ങേയറ്റത്തെത്തി. തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് ഉറച്ച സൈനികരിൽ ചിലർ കയ്യിലുണ്ടായിരുന്ന വലിയ വൈൻ വീപ്പുകൾ പൊട്ടിച്ചു. ബോധം മറയുന്നതുവരെ അവർ ലഹരി നുണഞ്ഞു. പക്ഷേ ആ ലഹരി അവരെ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്ക് മാറ്റി. ഇരുട്ടിൻ്റെ മറവിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ലഹരി മൂത്ത സൈനികരും സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരും തമ്മിൽ ചെങ്ങാടത്തിൽ വെച്ച് ഏറ്റുമുട്ടി. തങ്ങൾ മരിക്കാൻ പോവുകയാണെങ്കിൽ മറ്റുള്ളവരെ കൊന്നിട്ടാകാം എന്ന ഭ്രാന്തമായ ചിന്ത പലരിലും ഉദിച്ചു. വാളുകളും തൂക്കുകളും അവിടെ ചോരപ്പുഴ ഒഴുക്കി. എഞ്ചിനീയറായ അലക്സാണ്ടർ കൊറിയാർഡും പുരോഹിതനായ അധ്യാപകനും ആ കൊലവിളികൾക്കിടയിൽ ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ ചങ്ങാടം മുഴുവൻ രക്തമയമായി മാറി. 3ാം ദിവസം പുലർന്നപ്പോൾ ആ ചങ്ങാടം ഒരു ശ്മശാനത്തിന് തുല്യമായിരുന്നു. കുടിക്കാൻ ശുദ്ധജലമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല.
കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബിസ്ക്കറ്റുകൾ ആദ്യ രാത്രി കലാപത്തിനിടയിൽ കടലിൽ ഒലിച്ചുപോയി. ആഫ്രിക്കൻ തീരത്തെ കത്തുന്ന വെയിൽ അവരുടെ തൊലി പൊള്ളിച്ചു. ദാഹം സഹിക്കവയ്യാതെ പലരും കടൽവെള്ളം കുടിച്ചു. അത് അവരുടെ ഉള്ളിലെ അവയവങ്ങളെ തകർത്തു കളഞ്ഞു. വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ ചിലർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കിൻ്റെ തുകൽ, അതായത് തോക്കിൻ്റെ കവർ പോലും ചവച്ച് തിന്നാൻ തുടങ്ങി. എന്നാൽ അതൊന്നും അവരുടെ വിശപ്പടക്കിയില്ല. അപ്പോഴാണ് ചങ്ങാടത്തിൻ്റെ ഒരു മൂലയിൽ മരിച്ചു കിടന്ന ഒരാളുടെ ശരീരത്തിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ പതിഞ്ഞത്. ആദ്യം എല്ലാവരും അറപ്പോടെ മാറി നിന്നു. പുരോഹിതനായ അധ്യാപകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ വിശപ്പ് എന്ന വികാരം എല്ലാ വിശ്വാസങ്ങളെയും തകർത്തു കളയുമല്ലോ. ജീവൻ നിലനിർത്താൻ വേറെ വഴിയില്ലെന്ന് കണ്ടപ്പോൾ അവർ ആ മൃതദേഹം കഷണങ്ങളാക്കി മുറിച്ചു. മൃതദേഹങ്ങൾ പലകകളിൽ വെച്ച് വെയിലത്ത് ഉണക്കി അവർ ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. സ്വന്തം സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും മാംസം അതൊരു വിശപ്പടക്കലായിരുന്നില്ല, മറിച്ച് ജീവിക്കാനുള്ള അവസാനത്തെ ഒരു വെപ്രാളമായിരുന്നു. ചിലർ അത് കണ്ട് ഛർദ്ദിച്ചു. ചിലർ ഭ്രാന്ത് പിടിച്ച് കരഞ്ഞു. എഞ്ചിനീയറായ കൊറിയാട് പിന്നീട് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: ആദ്യത്തെ കഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ മരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ വെറും ശരീരങ്ങൾ മാത്രമായിരുന്നു. ഇതിലും ഭീകരമായ അവസ്ഥ എന്ന് പറയുന്നത് കടലിലെ ഈ ചെങ്ങാടത്തിലെ തമ്മിലുള്ള ആക്രമണത്തിൽ മരണപ്പെട്ടവരും പ്രകൃതിക്ഷോഭത്താൽ മരണപ്പെട്ടവരും എല്ലാവരും 1816 ജൂലൈ 17. ചെങ്ങാടം കടലിൽ ഒഴുകാൻ തുടങ്ങിയിട്ട് 13 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 147 പേരുണ്ടായിരുന്ന ആ മരക്കൂട്ടത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളത് വെറും 15 പേർ മാത്രം. അവർ ഒരു മനുഷ്യനായിരുന്നില്ല. എല്ലും തോലും മാത്രമായ സൂര്യതാപമേറ്റ് തൊലി കരിഞ്ഞ, സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത കുറച്ച് രൂപങ്ങൾ. മരണം തങ്ങളെ കൊണ്ടുപോകാൻ അവർ കാത്തു കിടക്കുകയായിരുന്നു. പ്രതീക്ഷയുടെ നേരിയ ബിന്ദുക്കൾ പോലും അസ്തമിച്ചപ്പോൾ അപ്പോൾ അതാ പെട്ടെന്ന് ദൂരെ ചക്രവാളത്തിൽ ഒരു ചെറിയ കറുത്ത കുത്ത് അവർ കണ്ടു. അതൊരു കപ്പലായിരുന്നു. തങ്ങളെ ചതിച്ച് കടന്നുപോയ ക്യാപ്റ്റനെ തിരിഞ്ഞുപോയ അർഗസ് എന്ന ഫ്രഞ്ച് കപ്പൽ യാദൃച്ഛികമായി ആ വഴി വരികയായിരുന്നു. തങ്ങളുടെ പക്കലുണ്ടായിരുന്ന ചുവന്ന തുണി കഷ്ണങ്ങൾ വായിൽ വീശി അവർ സഹായത്തിനായി ആംഗ്യം കാണിച്ചു. പക്ഷേ കപ്പൽ ദൂരേക്ക് മറഞ്ഞുപോയി. അവരുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ആ 15 പേരും ചെങ്ങാടത്തിൽ തളർന്നു വീണ് കരഞ്ഞു. ഇനിയും തങ്ങളെ ആര് രക്ഷിക്കും? ഇങ്ങനെയാണല്ലോ നമുക്കും ഒക്കെ സംഭവിക്കുന്നത്. പ്രതീക്ഷയുടെ അവസാന തുരുത്തും നഷ്ടമാകുമ്പോൾ പുലരിയുടെ ഒരു പുതിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലും ഉദിക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ 2 മണിക്കൂറുകൾക്ക് ശേഷം അവിശ്വസനീയമായത് സംഭവിച്ചു. അർഗസ് കപ്പൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അത് ചെങ്ങാടത്തിന് നേരെ തന്നെയാണ് വരുന്നത്. ചെങ്ങാടത്തിനടുത്തെത്തിയ കപ്പൽ ജീവനക്കാർ കണ്ട കാഴ്ച വിവരണാതീതമായിരുന്നു. കാരണം അവർ ഭയന്നുപോയി. അവരുടെ ശ്വാസോച്ഛ്വാസം നിലച്ചു. ചങ്ങാടം മുഴുവൻ ഉണങ്ങാനിട്ട മനുഷ്യമാംസത്തിൻ്റെ കഷണങ്ങൾ. ആ 15 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. കുറെ മനുഷ്യമാംസങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു. നടക്കാൻ പോലും വയ്യാത്ത 15 ജീവശവങ്ങൾ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അർഗസ് കപ്പലിൽ അവരെ കയറ്റുമ്പോൾ ആ 15 പേരും വിശ്വസിച്ചിരുന്നത് തങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ യഥാർത്ഥ പോരാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. ഇവിടെയാണ് ഗവൺമെന്റിന്റെ ഒളിച്ചുകളിയൊക്കെ ഉണ്ടാകുന്നത്. ഈ വാർത്ത പുറം ലോകം അറിഞ്ഞാൽ തങ്ങൾക്ക് നാണക്കേടുണ്ടാകുമെന്ന് ഭയന്ന് ഫ്രഞ്ച് സർക്കാർ ഇത് മൂടിവെക്കാൻ ശ്രമിച്ചു. നമ്മൾ കണ്ടു ഈ അർഗസ് എന്ന് പറയുന്നതായ കപ്പലിൽ കയറിയ ആൾക്കാർ. എന്നാൽ ഈ ലൈഫ് ബോട്ടുകളിൽ ഇവരെ ഉപേക്ഷിച്ച് പോയ ആ ലൈഫ് ബോട്ടുകൾക്ക് എന്തു സംഭവിച്ചു? ഗവർണറും ക്യാപ്റ്റനും ഉണ്ടായിരുന്ന ബോട്ടുകൾ താരതമ്യേന സുരക്ഷിതരായി തന്നെ ആഫ്രിക്കൻ തീരത്ത് എത്തി.
അവർക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില ബോട്ടുകൾക്ക് തീരത്തിനല്പം അകലെ മണൽത്തിട്ടകളിലാണ് അടുക്കേണ്ടി വന്നത്. അങ്ങനെയുള്ളവർ കുറച്ചു കഷ്ടപ്പെട്ടു. കാരണം സഹാറ മലരാണ്യത്തിലൂടെയാണ് ദിവസങ്ങളോളം നടക്കേണ്ടി വന്നത്. കഠിനമായ ചൂടും മൗറിട്ടോറിയൻ ഗോത്രവർഗക്കാരുടെ ആക്രമണ ഭീഷണിയും അവർ നേരിട്ടു. ആ യാത്രയ്ക്കിടയിൽ തന്നെ ചിലർ നിർജ്ജലീകരണം മൂലവും അസുഖങ്ങൾ മൂലവും മരണപ്പെട്ടു. എങ്കിലും ചെങ്ങാടത്തിലെ നരകവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു. രക്ഷപ്പെട്ടതിന് ശേഷമുള്ള ക്രൂരത ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇതായിരുന്നു. കരയിലെത്തിയ ക്യാപ്റ്റനോ ഗവർണറോ കടലിൽ ഉപേക്ഷിച്ച 147 പേരെ രക്ഷിക്കാൻ ഉടനെ ഒരു കപ്പൽ അയക്കാൻ പറഞ്ഞില്ല. തങ്ങളുടെ പക്കൽ സൗകര്യമില്ലെന്ന ന്യായമാണ് ഗവൺമെന്റ് അവരോട് പറഞ്ഞത്. സത്യത്തിൽ ചെങ്ങാടത്തിലുള്ളവർ മരിച്ചിട്ടുണ്ടാവുമെന്ന് ഗവൺമെന്റും വിശ്വസിച്ചിരുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു കപ്പൽ അവർ അയച്ചത്. എന്നാൽ രക്ഷപ്പെട്ട ക്യാപ്റ്റനും ഗവർണറും അടക്കം എല്ലാവരും നിശബ്ദരായിരുന്നപ്പോൾ അലക്സാണ്ടർ കുറിയാഡ് എന്ന് പറയുന്നതായ ഒരു എഞ്ചിനീയർ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. അയാൾക്ക് അടങ്ങിയിരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അയാൾ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നാവുകൊണ്ടല്ല, പേന കൊണ്ട്. ഈ ബുക്ക് വായിച്ച അനേകർ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞു. അങ്ങനെ അവസാനം ഈ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം അയാളെ 3 വർഷം തടവിന് വിധിക്കുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ 147 പേരെ യഥാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുത്ത, അവരുടെ സ്വപ്നങ്ങളെ തകർത്ത, അവരുടെ ജീവിതം തകർത്ത, അവരുടെ സഹോദരങ്ങളെ തകർത്ത, അവരുടെ ഭാര്യമാരെ തകർത്ത, ഭർത്താക്കന്മാരെ തകർത്ത, കുഞ്ഞുങ്ങളെ തകർത്ത, നാളെയുടെ പൗരന്മാരാകേണ്ടിയിരുന്ന അനേകരെ ആ കടലിൻ്റെ തണുത്ത കരങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്ത ഇത്രയും നീചനായ ഒരു മനുഷ്യനെ വെറും 3 വർഷം തടവിന് വിധിക്കപ്പെട്ട ഒരു ലോകമാണ് ഈ ലോകം. പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 1800കളിൽ ഇങ്ങനെയൊക്കെയായിരുന്നു നടന്നത്. ഈ 2026ലും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണവും സ്വാധീനവും ഉള്ളവൻ എന്തു തെറ്റ് ചെയ്താലും അവനെ രക്ഷിക്കാൻ എല്ലാവരും ഉണ്ടാവും, നിയമങ്ങളുണ്ടാവും. എന്നാലോ സാധാരണക്കാരനോ അതങ്ങനെയല്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം. ഇതൊരു ചെറിയ ചാനലാണ്. വലിയ കഥകൾ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള വലിയ ചാനലുകളുമായിട്ട് ഇത് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. വളരെ ചെറിയ ഒരു മൊബൈലും അതിലുള്ള റെക്കോർഡിങ്ങും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. ഇതിൽ ഒത്തിരി തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ക്ഷമിച്ച് ഈ കഥ കേൾക്കുന്ന നിങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ ചെറിയ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഏറ്റവും ഉപരി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ചാനലിനെ നിങ്ങൾ വളർത്തണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. താങ്ക് യു.